നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷമായ സംഭാഷണത്തിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. മലയാള സിനിമയിലെ നായക സങ്കല്പത്തെ തകർത്തെറിഞ്ഞ, പുതിയ ഭാവുകത്വം സൃഷ്ടിച്ച ഇന്നത്തെ സെൻസേഷനായ നിവിൻ പോളി, നിവീനോടൊപ്പം ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സംവിധായകനും 1983 എന്നുള്ള സിനിമയിലൂടെ ശ്രദ്ധേയമായ സ്ഥാനം നേടുകയും ചെയ്ത എബ്രിഡ് ഷൈൻ, ഇരുവരെയും നമുക്ക് JB ജംഗ്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. നിവീൻ, ഷൈൻ, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. എന്താണ് ഒരു പ്രസരിപ്പില്ലാത്ത ഇങ്ങനെ പ്രസരിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. എത്ര കാലമായെന്നറിയും ഈ പകരം എനിക്കിവിടെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് വഴുതി കളിക്കായിരുന്നു. പക്ഷെ നല്ല മനസ്സല്ലേ? എന്താ ഷൈൻ്റെ അഭിപ്രായം? ഒറ്റ വാചകത്തിലാണോ നിവിനെ നിർവചിക്കുന്നത്? വളരെ വളരെ വൃത്തിയായ ഒരു മനുഷ്യനാണ്. വളരെ പക്ക. അതൊക്കെ ഒരു പക്കാന്നല്ല, പറയാം. ആലോചിക്കാനാണ്. ഇല്ല, ആലോചിക്കാൻ കള്ളം പറയാൻ വേണ്ടി ആലോചിക്കാൻ. ഒന്നും ബ്ലാക്ക് ഔട്ട് ആയാ? ഇല്ല ഇല്ല ഇല്ല. അല്ല, ഞാൻ വേറെ ചോദിച്ചോട്ടെ, നിവിന്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം എന്താണ്? ഞാനുമായിട്ട് ഇടപഴകും എന്തുവാണെങ്കിലും വേണ്ടില്ല, വളരെ നല്ലവനും വളരെ നല്ലവനും സൽസ്വഭാവി, സർവഗുണ സമ്പന്നൻ. നിവിൻ, ഒരുപാട് സന്തോഷം. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ സെൻസേഷൻ എന്നൊക്കെ പറഞ്ഞ ക്ലീശ വാക്കുകൾക്കപ്പുറത്ത് മലയാള സിനിമയുടെ നായക സങ്കല്പത്തെ മാറ്റി എഴുതിയ അയൽവക്കത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. നിവിനെ നമ്മൾ കാണുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ട ഒരു മുഖത്തെ പോലെയാണ് തോന്നുന്നത്. ഒരു പക്ഷേ നിവിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആസ്പെക്ട് ഇതാണ്. ഒരു മാക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗ്ലാമർ, അതിൻ്റേതായ സിക്സ് പാക്ക്. ഇപ്പം എന്തോ കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സിക്സ് പാക്കായിട്ടല്ല, സിംഗിൾ പാക്കായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. കുറയ്ക്കണം. ഇത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ഇത്തിരി ബൾക്കി ആയിരുന്നു. കുറയ്ക്കേണ്ട സമയമായി. നിങ്ങളുടെ ഒരു സിനിമ ഇപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ സംവിധായകനെയും അതിൻ്റെ പ്രൊട്ടോഗോണിസ്റ്റിനെയും അതിൻ്റെ നായകനെയും കൂടി ഇവിടെ കിട്ടുമ്പോൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഇതവിടെ വരാൻ പോകും. അമാനുഷികമായ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ. പുല്ലേ, ഓർമ്മയുണ്ടോ ഈ മുഖം? വിത്താറാറ് സഹിതം പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എബ്രിഡ് ഷൈനെ പോലുള്ള മികച്ച സംവിധായകൻ ഒരു റിയലിസ്റ്റിക് പോലീസ് സ്റ്റോറി അവതരിപ്പിക്കുവാൻ, അതായത് ഇപ്പോൾ ഈ ആക്ഷൻ ഹീറോ ബിജു കണ്ടപ്പോൾ എല്ലാ ജനങ്ങളും പറയുന്നത്, എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു SI എൻ്റെ സ്റ്റേഷനിലുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്. ഒട്ടും അമാനുഷികമല്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റോറി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കും എന്ന് തോന്നാനുള്ള, ഇല്ലെങ്കിൽ സ്വീകരിക്കും എന്ന് താങ്കൾക്ക് ഉറപ്പായിരുന്നു. ആ ഒരു ഗട്ട്സ് താങ്കൾക്ക് എങ്ങനെ കിട്ടി? എബ്രിഡ് ഷൈൻ, നിവിനോട് ഞാൻ പിന്നീട് ചോദിക്കാം. താങ്കളോടുള്ള ചോദ്യമാണ്. പോലീസ് സിനിമ ചെയ്യാൻ തീരുമാനിച്ച ശേഷം പോലീസ് സിനിമകളെല്ലാം കണ്ടു. എല്ലാ സിനിമ, പഴയ സിംഗം എല്ലാം കണ്ടോ? പഴയ സിനിമകൾ, ഹിന്ദി സിനിമയെല്ലാം കണ്ടോ? ഹിന്ദി സിനിമ, തമിഴ് പോലീസ് കണ്ടോ? തമിഴ് സിനിമകളും ഹിന്ദി സിനിമകളും. വിജയ്, സൂര്യ, ഞാൻ കുറേ സിനിമകൾ കണ്ടു. എനിക്ക് ഒരുപാട് 100 പോലീസ് സിനിമകൾ കണ്ടു. അപ്പോൾ ഹോളിവുഡ് സിനിമകളും ഒക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ സിനിമകൾ കണ്ട ശേഷം ഈ സിനിമകളിൽ നിന്നൊരു സ്പൂഫ്, എനിക്ക് സിനിമയിലൂടെ പോലീസിനെ കണ്ട പരിചയമുള്ളൂ. അല്ലെങ്കിൽ വല്ലപ്പോഴും ഈ ബൈക്കിലൂടെ പോകുമ്പോഴോ വല്ലപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ പോലീസുമായിട്ട് നമുക്കുള്ള ഇടപഴകൽ എന്ന് പറഞ്ഞാൽ, പോലീസ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പോലീസായിട്ടുള്ള ഇടപഴകൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബൈക്കിന് പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ല, പോലീസ് പിടിക്കും. ഒരുപാട് തെറി കേട്ടിട്ടുണ്ട്. തെറി കേട്ടിട്ടില്ല. കേരളത്തില് പോലീസ് ബൈക്ക് പോയത് ഒരുത്തരെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ 2 തെറിയായിരിക്കില്ലേ? എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഷൈൻ ആണെന്നുള്ളതുകൊണ്ട് അവർ തെറി പറഞ്ഞല്ലേ? എനിക്ക് നമ്മൾ വിശ്വസിച്ചല്ലോ അല്ലേ? എനിക്ക് അത്തരത്തിലുള്ള പോലീസുകാരെ ചീത്ത വിളിക്കുന്നവരല്ലല്ലോ. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. ഡയറക്ടറെ ജാമ്യത്തിലെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് ആദ്യം, അതിൽ നിന്നൊരു സ്പൂഫ് എടുത്തിട്ടൊരു സിനിമ ചെയ്യാനായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. ഒരു മൊത്തത്തിലൊരു ഇടിയും അടിയും ബഹളമായിട്ട് നമ്മൾ
അതിനുശേഷം ഇതിനെക്കുറിച്ച് പോലീസ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ കഥകളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ പോലീസ് ഓഫീസേഴ്സിനെ കണ്ടു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ ഞാൻ കഴിഞ്ഞ എത്ര കാലം അതിന് പുറകെ പോയി ഷൈൻ? ഒരു 8-9 മാസത്തോളം. ഈ പോലീസ് തന്നെ വേണമെന്ന് താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നു? പോലീസ് സിനിമ ചെയ്യാനായിരുന്നു ഒരു താല്പര്യം. അതിനൊരു ആക്ഷനാണോ താങ്കളെ സൂചിപ്പിച്ചത്? ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു വിഷയം ഒരു പക്ക എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളതും അതിൻ്റെ സ്പൂഫ് പോലത്തെ പരിപാടിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പറയുന്നത് ഒരു പോലീസുകാരോട് എല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സിനിമയിലെ പോലീസും റിയൽ പോലീസായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്, അത് വേറെ വിഭാഗമാണ് എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഷൈനെ നിത്യജീവിതത്തിലെ പോലീസിൽ നിന്ന് അല്പം ഭേദഗതി എന്തായാലും സ്ക്രീനിലെ പോലീസിന് വേണം. അല്ല ഞാൻ നിത്യജീവിതത്തിലെ പോലീസുകാരുമായിട്ട് ഇടപഴകിയപ്പോൾ എനിക്ക് പോലീസിൻ്റെ പല സെക്ഷനിൽ പോയി, പല ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്, പല ശ്രേണിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു. അപ്പോൾ എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരുപാട് ഇപ്പോൾ ഒരു സീരീസ് ഒരു സീരിയൽ ഒരു കില്ലിങ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രൈം നടക്കുന്നു, ആ ക്രൈമിൻ്റെ പുറകെ പോകുന്നൊരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നടക്കുന്നു, ആ ഇൻസിഡൻറ്റ് തെളിയിക്കുന്ന ഒരു പോലീസുകാരൻ, അങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ കഥ പറയേണ്ടത്. അപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനുമായിട്ട് ഇടപഴകിയപ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു എലമെൻറ്റ്, പബ്ലിക്കുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകൽ നടത്തുന്നത് ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെക്കാളും. ഈ സിനിമയിൽ ഈ മാന്യദേഹം വേണമെന്ന് എപ്പോഴാണ് ഞങ്ങളൊരുമിച്ച് 1983 ചെയ്തിരുന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു നെക്സ്റ്റ് സിനിമ അതും ഒരു പോലീസ് തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു പോലീസ് സിനിമ ചെയ്യാൻ തീരുമാനിക്കും, അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നടന്നത്. അപ്പോഴേക്കും 1983 കഴിഞ്ഞ് നിവിൻ വലിയ ഉയരങ്ങളിലേക്ക് പോയി. അതെ. പക്ഷേ ഞാൻ ഈ സിനിമ തുടങ്ങുന്നതിന് വടക്കൻ സെൽഫ് റിലീസാവുന്നതും പ്രേമം റിലീസാവുന്നതും ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇടപഴകൽ ഈ പബ്ലിക്കുമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഇൻട്രാക്ഷൻസ് ആണ് ഈ സിനിമയിൽ. ഞാൻ വിചാരിച്ചു അത് കണ്ടിട്ടില്ലാത്ത ഒരു ഏരിയയാണ്, അത് പബ്ലിക്ക് കണ്ടിട്ടില്ല. ആ ഏരിയയാണ് താങ്കൾ ആ ഏരിയയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ ഉള്ള യാത്ര, അതിനകത്ത് ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ചിലപ്പോൾ നമ്മൾ തമാശയായിരിക്കില്ല, ചിലപ്പോൾ ഞാൻ തിരിച്ചു വരാം. എന്താ കാരണം വെച്ചാൽ എനിക്ക് നിവീനെ ഇങ്ങനെ വെറുതെ ഇരുത്തി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് മറ്റു ചില മോശപ്പെട്ട ചിന്തകൾ കടന്നു പോകുന്ന എനിക്കൊരു പേടിയുള്ളത്. നിവീൻ, എബ്രിഡുമായിട്ട് താങ്കൾ 1983 1983 എന്നുള്ള സിനിമയുടെ ഒരു നോസ്റ്റാൾജിയ ഉണ്ട്. പക്ഷേ താങ്കൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും പുതിയ വെല്ലുവിളികളും പല വിജയങ്ങൾ കൊണ്ട് താങ്കൾക്ക് സാധ്യമായി. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കഥാപാത്രം ഇങ്ങനൊരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ രണ്ടാമത് ആലോചിക്കേണ്ടി വന്നോ, അതെയോ എബ്രിഡ് ഷൈനെ വിശ്വസിക്കാമെന്ന് തീരുമാനിച്ചു? 1983 എന്ന സിനിമ ചെയ്തതും ഞാൻ ഷൈൻ ചേട്ടനുള്ളൊരു കോൺഫിഡൻസ് ആണ്. അതെനിക്ക് കിട്ടിയത് ഞങ്ങൾ വനിതയുടെ ഒരു കവർ ഷൂട്ട് ചെയ്യാൻ ഷൈൻ ചേട്ടൻ വന്നിരുന്നു. അപ്പോൾ ഒരു പോസിൽ നിന്നിട്ടുള്ള ഫോട്ടോസ് തന്നെ ഷൈൻ ചേട്ടൻ ഇങ്ങനെ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുകയാണ്, ലൈറ്റ് ഇത്തിരി മാറ്റി ലൈറ്റ് തിരിച്ച്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിൻ്റെ വ്യത്യാസം ഉള്ളത്. അല്ലേ, അത് ലൈറ്റ് ഇത്തിരി ശരിയാവേണ്ടെന്ന് പറഞ്ഞാൽ ഓരോ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോയിൽ അത്രയും സമയം എടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഷൈൻ ചേട്ടൻ ഒരു ഫോട്ടോഷൂട്ടിന് ക്യാമറമാനാണ്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ ഇത്രയും ശ്രദ്ധിക്കുന്ന ഒരാൾ ഒരു സിനിമ എടുക്കുമ്പോൾ എന്തുമാത്രം ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പോൾ 1983 കഥ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒറ്റ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനത് ചെയ്യണോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഷൈൻ ചേട്ടൻ സംസാരിച്ചു. ഷൈൻ ചേട്ടൻ എന്നെക്കാളും നല്ല ആക്ടേഴ്സ്, മെച്യൂർഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇൻഡസ്ട്രിയിലുണ്ട്. അവർ ചെയ്തത് കുറച്ചുകൂടി കൺവിൻസിങ് ആയിരിക്കും, ഞാൻ ചെയ്താൽ ഇത് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഷൈൻ ചേട്ടൻ പറഞ്ഞില്ല, ഇത് ചെയ്യുകയാണെങ്കിൽ നിവിൻ ചെയ്താൽ മതി. പിന്നെ ആ സിനിമയിലൂടെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1983 കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ ഒരു സിനിമ നമുക്ക് അടുത്ത് ചെയ്യാം. അന്ന് തന്നെ ഈ സിനിമയുടെ ഒരു കഥയുണ്ടോ താങ്കളുടെ മനസ്സിൽ? ഇല്ല, 83 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു ചർച്ചയിലേക്ക് എത്തിയത്. അപ്പോൾ ഒരു പോലീസ് സിനിമയാവാം എന്ന് ആദ്യം വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന ഒരു പാറ്റേൺ ഓഫ് പോലീസ് കഥ വേറെയായിരുന്നു, ഒരു പക്ക കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ഒരു പാറ്റേൺ ആണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചു അത് നമ്മൾ ഒരുപാട് കണ്ടതാണ്, അങ്ങനത്തെ ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമകൾ വന്നിട്ടുണ്ട്, സിനിമകൾ സക്സസ് ആയിട്ടുണ്ട്. ആ സിനിമകളെല്ലാം വെൽ സെറ്റാണ്, ആളുകളുടെ മനസ്സിലെല്ലാം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും പുതുത് അല്ലെങ്കിൽ കാണാത്തതൊന്നും. എന്തായാലും എബ്രിഡ് ഷൈൻ്റെ ഞാൻ താങ്കളുടെ ഒരു ജീവിത രേഖയൊന്ന് പരിശോധിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ ഈ വിദ്വാനൊന്നും മനസ്സിലാക്കണമല്ലോ. അപ്പോൾ താങ്കൾ വളരെ ഹമ്പിൾ എന്നാണ് ബിഗിനിങ് ആണ്. എല്ലാവർക്കും ഹമ്പിൾ ബിഗിനിങ് ആണ്. പക്ഷേ
താങ്കൾ വളരെ തനതായ, അതായത് ഒരു സ്റ്റുഡിയോ ഒരു ലൈറ്റ് ബോയ് ആയി നിന്ന് പിന്നീട് പോയി ഒരു എന്താ പറയണ്ട വളരെ ഏറ്റവും താഴത്തെ തരത്തിൽ നിന്നാണ് താങ്കൾ ഒരുപക്ഷെ ഈ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളുടെ മേഖലയിലേക്ക് താങ്കൾ കടന്നു വന്നു. അതുകൊണ്ട് ഈ ഓരോ കടമ്പകളിലെയും വൈതരണികളും പ്രതിബന്ധങ്ങളും ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാരെക്കാളും കൂടുതൽ അനുഭവം കൊണ്ട് മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കാം നിവീനെ ആകർഷിച്ച ആ ഒരു ഫൈൻനെസ് അല്ലെങ്കിൽ ആ ഒരു സൂക്ഷ്മത ആ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പോലും വേണമെന്ന് എബ്രഡ് തീരുമാനിച്ചു. പക്ഷേ നിവീൻ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു അനുഭവമുണ്ട്. പക്ഷേ പോലീസുമായിട്ട് പിന്നെ നിവീന് പ്രത്യേകിച്ച് എൻ്റെ അറിവിൽ അനുഭവം ഉണ്ടോ? 1-2 ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ടാകാം. ഇല്ലില്ല, എനിക്കങ്ങനെ പറയത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളൊന്നുമില്ല. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കുകയും ഓവർ സ്പീഡിന് ഓടിക്കുമ്പോൾ വണ്ടി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നും മറ്റേ ഷൈൻ എബ്രനോട് പെരുമാറിയോട് തന്നെ മോനെ എവിടുന്നാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണോ പോലീസ് നിവീനോട് പെരുമാറിയത്? ഇല്ല, അവർ അത് നിയമം കൃത്യമായിട്ട് പാലിക്കണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന പോലെ ഓടിക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല എന്താണ് ഇതെങ്ങനെയെങ്കിലും തീർത്ത് അവിടെ അത് മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഭയങ്കരമായ ഒരു സ്റ്റഡി എനിക്ക് നടത്തണം. കാരണം എനിക്ക് പോലീസുകാരുടെ ഭാഷ അറിഞ്ഞൂടാ, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് അറിഞ്ഞൂടാ, ഇവരെങ്ങനെയാണ് ഓരോ പ്രതികളോട് സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഷൈൻ ചേട്ടൻ അത് പറഞ്ഞു. ഞാനിങ്ങനെ പലരുടെയായിട്ട് പോയി സംസാരിച്ചു, പല സ്റ്റേഷനിലും പോയി പല ആൾക്കാർ സംസാരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു തന്നാൽ നിവിന് മനസ്സിലാവില്ല, നിവിന് നേരിട്ട് കാണുകയും പഠിക്കുകയും വേണം. അപ്പോൾ പോലീസുകാരെ പോയി ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ ഞാൻ പോലീസുകാരായിട്ട് പലരായിട്ട് സംസാരിച്ചു. ഞാൻ പല സ്റ്റേഷൻസിലും പോയി ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. പലരും പ്രതികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഓരോ കേസും ഇവരെങ്ങനെയാണ് ഓരോ രീതിയിലാണ് ഓരോ കേസും സോൾവ് ചെയ്യുന്നത്. ഞാനൊരു കുറച്ച് ദിവസം ഒരു മാസത്തോളം ഞാനിങ്ങനെ സ്റ്റേഷനിലും കേസുകളുടെ പിന്നാലെ കയറി നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് ഭയങ്കര വേറൊരു ലോകമാണ് ശരിക്കും പറഞ്ഞാൽ. യഥാർത്ഥമായിട്ട് ഇവരുടെ ഒരു സബ് ഇൻസ്പെക്ടറുടെ പോലീസുകാരുടെ ജീവിതം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവർ എന്താണ് പറയുക, അവർക്ക് ഒരു ദിവസം ഒരുപാട് ജോലികൾ തീർക്കണം, ഒരു ദിവസം ഒരുപാട് പരാതികൾ അവർക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ എവിടെയെങ്കിലും ഒരു മുഖ്യമന്ത്രി വരികയാണെങ്കിൽ അപ്പോൾ അവിടെ പോകണം, അപ്പോൾ തിരിച്ച് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ അവിടെ വരണം, തിരിച്ച് വരണം, വീട്ടിൽ നിന്ന് കോൾ വരും, വൈകിട്ട് സിനിമയ്ക്ക് പോകണം. ഇങ്ങനെയുള്ള ഒരു വേറൊരു സർക്കിളാണ് ഇവർ. ഭാര്യയെ സന്തോഷിപ്പിച്ചെടുത്തണം, എന്തെല്ലാം പണികൾ ഒരേ സമയം ചെയ്യേണ്ടത്, ഒരുപാട് സമയം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു റിയൽ ലൈഫാണ് ഈ സിനിമ. അത് കണ്ടപ്പോൾ താങ്കൾക്ക് സിമ്പതി തോന്നിയോ കേരള പോലീസിനോട്? എനിക്ക് ഒരു ബഹുമാനം തോന്നി. അതെ, തീർച്ചയായും. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വികാരങ്ങളും മാറി. അതുവരെ നമുക്കൊരു ഉറപ്പില്ലായിരുന്നു. ഇത് നമ്മൾ സിനിമയിലും എല്ലാവരും കണ്ടിട്ടുള്ള ഒരു പേടിയുള്ള ഒരു ഇമേജ് ആയിരുന്നു. ഇപ്പോൾ ഒരു റെസ്പെക്റ്റോട് കൂടിയാണ് എനിക്ക് പേഴ്സണലി പോലീസ് ഫോഴ്സിനെ കാണാൻ പറ്റുന്നത്. ഓക്കെ നിവീൻ, ഒരു ഘട്ടം അതാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ ഷൈൻ നേരത്തെ പറഞ്ഞതുപോലെ പല പോലീസ് മാതൃകകളിലും മലയാള സിനിമയിലുണ്ട്. ഇപ്പം തന്നെ എനിക്കൊന്ന് സുരാജും കൂടി അത് പറഞ്ഞു. അതിൽ സുരേഷ് ഗോപിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പ്രൊനൗൺസിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. മമ്മൂട്ടിയുടെ ഉണ്ട്, ബാലറാം, പിന്നെ ലാലിൻ്റെ ഉണ്ട്, ഒരുപാട്. ഇപ്പം ഈവൻ ലാലു ലക്സിൻ്റെ ഉണ്ട്. ഒരുപാട് പോലീസ് വേഷങ്ങൾ മലയാളത്തിലുണ്ട്. മലയാളം കടന്നാൽ പോലീസ് വേഷങ്ങളുടെ ഏറ് കളിയാണ്. കമലഹാസൻ, സൂര്യ, വിജയ്, എല്ലാവരും. എവിടെയെങ്കിലും ഒരു കൊളുത്ത് വന്നോ മനസ്സിൽ ഈ കഥാപാത്രങ്ങൾ? ഏതെങ്കിലും ഒരു കഥാപാത്രം വന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തോ? ഇല്ല. അങ്ങനെ സിനിമകളിൽ നിന്ന് റെഫറൻസ് എടുക്കാതെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളുടെ ഒരു സീനോ അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് ചിന്ത പോകുന്ന ഒരു സീനോ ഈ സിനിമയിൽ വരരുതെന്ന് ഭയങ്കരമായിട്ടൊരു നിർബന്ധം, ഒരു വാശിയുണ്ടായിരുന്നു. ഒരാൾ ഈ സമയത്ത് ഷൈന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഷൈൻ്റെ പല കുരുത്തക്കേടുകളും അറിയാവുന്ന ഒരാളാണ്. ഷൈൻ്റെ നല്ല ഗുണങ്ങൾ അറിയാവുന്ന ആളാണ്, മോശ ഗുണങ്ങൾ അറിയാവുന്ന ആൾ. ചില മോശ ഗുണങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിവിടെ പറയേണ്ടതിനോട് പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. വളരെ രസകരമായ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഡേ ടു ഡേ ലൈഫ്, ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ്. എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ 2 കുട്ടികളാണ് ഷൈനും നിവിനും എന്ന് പറയുന്നത്. ഗുരുവാണല്ലേ? ഗുരുദക്ഷിണയൊക്കെ വെച്ചോ എബ്രഡ് ഷൈനെ? പൂർണ്ണമായിട്ടും ഗുരുദക്ഷിണ കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് ലാലോസിന് ഒരു പരാതി ഉണ്ടോ എന്നൊരു സംശയം എനിക്കില്ല. ഞാൻ 83 ചെയ്യുന്നതിന് മുമ്പും ഒക്കെ സാറ് തന്നെയാണ് 83. ഞാനിത് പറയുന്നതിന് മുമ്പ് അതാ വരുന്നുണ്ട്. ഒരു മാഗസീനിന് വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടാണ് ഞാൻ ഷൈനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കേരള കഫേ എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ കുറേ ഡയറക്ടേഴ്സ് ഷോർട്ട് ഫിലിമുകൾ 10 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിരുന്നു. അതിൽ ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ
അസിസ്റ്റൻ്റായിട്ട് വന്നോട്ടെ എന്ന് എബ്രഹാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു. അപ്പം ഞാൻ അയാളോട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ലൊക്കേഷനിൽ അതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ എബ്രഹാമിൻ്റെ ഒപ്പം ഉണ്ട് ഷൈനും നിൽക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഷൈൻ എന്താ വന്നാണ് എന്ന് പറഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എബ്രഹാം വെറ്റിലയും അടക്കയൊക്കെ ആയിട്ട് വന്നു തന്നു. വെറ്റില അടക്കയും തന്നു, കാല് തൊട്ടു, തൊഴുതു. ഞാൻ നോക്കുമ്പോൾ ഷൈനും വന്നിട്ട് വെറ്റില അടക്കയും തരുന്നു. എൻ്റെ അനുവാദം ചോദിക്കാതെ അല്ലെങ്കിൽ എൻ്റെ മുൻകൂർ അനുവാദം വാങ്ങാതെ എൻ്റെ ശിഷ്യനായ ആളാണ് ഷൈൻ. ലാൽ ജോസിന് മര്യാദക്കാരനായതുകൊണ്ട് ആ വെറ്റിലയും ഇതും കളയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലേ? ഇല്ല, ഞാൻ സാറ് തിരക്കിലായതുകൊണ്ട് ഒരു കാര്യം മറന്നുപോയതായിരിക്കും. ഞാൻ സാറിന് അനുവാദം ചോദിച്ചിരുന്നോ? ഞാൻ സാറിന് അനുവാദം രജിസ്റ്റർ ആയിട്ടില്ലായിരിക്കും. പക്ഷേ സാറിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് അത് രജിസ്റ്റർ ആവാഞ്ഞതായിരിക്കും. എന്തായാലും നമുക്ക് പറയാം. ഞാൻ വനിതയുടെ ഫോട്ടോഗ്രാഫർ ആയിരുന്ന സമയത്ത് ഞാൻ സാറിനോട് അനുവാദം ചോദിച്ചിരുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞു നിനക്കൊരു ജോലിയുണ്ട്, അപ്പോൾ ഒരു സിനിമ അപ്പോൾ ഞാൻ വനിതയിലെ ജോലിയാണ്. അപ്പോൾ സാർ പറഞ്ഞു ഒരു ജോലി കളഞ്ഞിട്ട് നിനക്കുള്ള ശമ്പളവും ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ സിനിമയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇനി അഥവാ സിനിമ ഇതുപോലെയാണ്, എത്രയോ പേര് അസിസ്റ്റൻ്റായിട്ട് വരുന്നതിൽ കുറച്ച് പേര് അസോസിയേറ്റ് ആവുന്നുള്ളൂ, അതിൽ കുറച്ച് പേര് ഡയറക്ടേഴ്സ് ആവുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നിനക്ക് അങ്ങനെ ഡയറക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ, പ്രോപ്പർ സമയത്ത് അങ്ങനെ ആവാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ നിൽക്കുന്ന സമയത്തും ഒക്കെ ചിലപ്പോൾ പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസും തോന്നാം. അപ്പോൾ ഉള്ള ജോലി കളഞ്ഞിട്ട് വരുന്നത് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് നീ വരണ്ട, എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ നീ 2-3 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ലീവ് എടുത്തിട്ട് കുറച്ച് അങ്ങനെ വന്നാൽ മതി. പൂർണ്ണമായിട്ട് താങ്കളെ ശിഷ്യനാക്കാൻ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ സാറ്. പക്ഷെ ഒരു അടക്കയും വെറ്റിലും ഉള്ളതുകൊണ്ട് താങ്കൾ രക്ഷപ്പെട്ടു. ഇല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ അതിനുശേഷം ഈ കേരള കഫേ എന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമ എന്ന് വെച്ചാൽ 30-40 ദിവസം 50 ദിവസത്തെ ഷൂട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും സാർ അങ്ങനെ ഒരു സിനിമയ്ക്ക് പൂർണ്ണമായിട്ട് വരണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ കേരള കഫേ എന്ന് പറഞ്ഞ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ സാർ അതിനകത്തൊരു ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊരു 5 ദിവസം 6 ദിവസമേ ഉള്ളൂ ഷൂട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാർ 5-6 ദിവസമല്ലേ ഉള്ളൂ, ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുകയും സാറ് വന്നോളാൻ പറയുകയും അങ്ങനെ ഞാൻ ഷൂട്ടിങ്ങിന് ചെല്ലുകയും ചെയ്തതാണ് സാർ. പക്ഷേ അത് സാറ് ചിലപ്പോൾ അത് അങ്ങനെ വിചാരിച്ചതായിരിക്കും. ഞാൻ വിത്ത് സാറിൻ്റെ പെർമിഷനാണ് അവിടെ ചെന്നത്. പ്രശ്നമുള്ള കാര്യമില്ല, ലാൽ ജോസ് വളരെ അല്ലല്ല ഞാൻ പറയുന്നത് സാറിന് പക്ഷേ അത് ഓർക്കുന്നുണ്ടാവില്ലായിരിക്കും. അത് ഞാനിപ്പോൾ വളരെ സാധു കേട്ടോ, ഞാൻ വിചാരിച്ചതിനേക്കാളും അത്ര സെൻസിറ്റീവ് ആകേണ്ട കാര്യമില്ല ലാൽ ജോസ്. അതായത് ഒരുപക്ഷെ എബ്രിഡ് ഷൈൻ്റെ ഒരു മഹത്വം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അതായത് അത്രത്തോളം പാഷനേറ്റ് ആണ്, എന്തൂസിയാസ്റ്റിക് ആണ്, സിനിമയോടുള്ള സ്നേഹമുണ്ട്, അങ്ങനെ അതല്ലേ ഉദ്ദേശിച്ചത്? അതല്ലേ ഞാനും പറഞ്ഞതാണ്. ഞാനൊരു പക്ഷേ ഷൈൻ എടുത്തെങ്ങനെ എന്നറിയോ, അനുവാദം ചോദിക്കാതെ ഞാൻ കയറി ഇല്ല ഞാൻ 83 ചെയ്യുന്ന ഒരു സെക്കൻഡ് ഇങ്ങനെയാണോ ഈ എബ്രിഡ്? ചില സമയത്ത് ഭയങ്കര ഷാർപ്പാണ്. ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ സീൻ എടുക്കുന്ന സമയത്തൊക്കെ കറക്റ്റ് മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അത് അതേപോലെ തന്നെ വേണം എന്ന് ഭയങ്കര ഷാർപ്പായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഇത്ര നിഷ്കളങ്കത ഈ എബ്രിഡ് ഷൈന് ആവശ്യമാണോ? അതൊരു തെറ്റല്ലല്ലോ. തെറ്റല്ല, ആയിക്കോട്ടെ, നമുക്കൊക്കെ നല്ലതാണ്. അപ്പോൾ സാധാരണ അദ്ദേഹം ഒരു പ്രസ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പൊ പത്രക്കാരെല്ലാം പൊതുവെ പാവങ്ങളാണെന്നുള്ള കാര്യം ഇപ്പം നിവിന് മനസ്സിലായില്ലേ? ഓക്കെ. ഞാൻ 83 ചെയ്യുന്ന സമയത്തും എനിക്ക് സാറിൻ്റെ ശിഷ്യനാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് സാറിനതൊരു ദോഷം വരുന്നതായിരുന്നു എൻ്റെ ഒരു, അല്ലെങ്കിൽ ഞാൻ സാറിൻ്റെ ശിഷ്യനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സാറിനൊരു എൻ്റെ ശിഷ്യനാണ്. നമ്മളെ കൊണ്ടൊരു പേര് ദോഷം എന്തായാലും ഗുരുവിന് ഉണ്ടാകരുത്, ആ ഒരു പ്രാർത്ഥന എപ്പോഴും ഷൈൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ആക്ഷൻ ഹീറോ ബിജുവിലേക്ക് നമുക്ക് പോകാം. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, എല്ലാ നടന്മാരും ഇപ്പം ഈ തലമുറയിലെ തന്നെ പൃഥ്വിരാജ് അടക്കമുള്ള എല്ലാവരും ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിവിൻ തീർച്ചയായിട്ടും ആദ്യമായിട്ടൊരു പോലീസ് വേഷം ചെയ്യുമ്പോൾ ഇപ്പം അവരതൊന്നും സാമ്യതയില്ലാതെ ചെയ്തത്. ഇപ്പം നമ്മളെ ഗമനിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ മമ്മൂക്കേനെ ലാലേട്ടനൊക്കെ ചെയ്ത് അനുകരിച്ചേക്കാം, കാരണം പരിമിതികൾ കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഈ വേഷം ചെയ്ത അപ്പോൾ നിങ്ങളുടേതായ ഒരു ശൈലിയിൽ തന്നെ അത് ചെയ്യാൻ തീരുമാനിച്ചു. എന്താണ് അങ്ങനെ ഒരു റെഫറൻസ് ഒന്നും കൊടുക്കാതെ വേറൊരു പരിപാടിയായിട്ടാണ് എനിക്കത് വളരെ നാച്ചുറലായിട്ട് ശരിക്കും ഒരു സൈഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എങ്ങനെയായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ളൊരു പടയൊരുക്കം? സമാനമായ ഒരു ചോദ്യം ഒരാൾ കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം നമുക്ക് നിവിയിലേക്ക് വരാം.
ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസുകാരനാവേണ്ട ആളാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും പെർഫെക്ഷനിൽ ഒരു പോലീസുകാരൻ്റെ ലാംഗ്വേജുകൾ, അവരുടെ ബോഡി ലാംഗ്വേജ്, അത് നിവിൻ കറക്റ്റായിട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് എ പോലീസ് സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പടം കണ്ടപ്പം ഇറ്റ്സ് എ പെർഫെക്റ്റ് ടു ദ കോർ. ഒരു പോലീസുകാരൻ എങ്ങനെയാവണം, അവരുടെ ജീവിതം എങ്ങനെയാണ്, ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഈ പോലീസ് വേഷം അപ്പം കുറച്ചു കാലം അല്ലെങ്കിൽ ഒരു മാസത്തോളം പല ദിവസങ്ങളിലും പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ പോലീസുകാരുമായിട്ട് സംവദിച്ച് ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ, ചില ചേരുവകളൊക്കെ താങ്കൾ കൈവശമാക്കിയേക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വേഷം കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള റിസ്ക് ഭയങ്കരമാണ്. എന്താ കാരണം വെച്ചാൽ ഒന്ന്, നിവീൻ ഇങ്ങനെയുള്ളൊരു ആക്ഷൻ വേഷത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. രണ്ടാമത്തെ കാര്യം, താങ്കൾക്ക് തീർത്തും അന്യമായിട്ടുള്ള ഒരു വേഷമാണ്. മൂന്ന്, പണ്ട് പോലീസ് വേഷം കൈകാര്യം ചെയ്തവരുടെ ഒരു ആകാരമോ ആ രീതിയിലുള്ള ഒരു വലിപ്പമോ താങ്കൾക്കില്ല. പാളിയാൽ ചിലപ്പോൾ ഒരു ചളവാകാൻ സാധ്യതയുണ്ട്. മനസ്സിലിട്ടൊന്ന് ചെറുങ്ങനെ ഒരു വേവലാതി ഉണ്ടായിരുന്നു. അല്ല, ഇങ്ങനെ ഉള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ 1983 ചെയ്തത്. 1983 സിനിമയിൽ ഒരു 40 വയസ്സ് വരെ എനിക്ക് പ്ലേ ചെയ്യണമായിരുന്നു. അപ്പം അന്നും എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ചോദ്യം, ഇത് പാളിയാൽ വൻ പാടലാണ്, സിനിമയ്ക്കും എനിക്കും പാടലാണ്. അപ്പോൾ ഈ റിസ്ക് എടുക്കണോ, ഈ ചലഞ്ച് എടുക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ മുമ്പിലെ ചോദ്യം. അത് ഞാൻ എടുത്തു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. പലരും എന്നോട് പറഞ്ഞതാണ്, പോലീസ് വേഷം ഇപ്പോൾ ചെയ്യണോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ, ഇതുപോലെ പാളിയാൽ പ്രശ്നമാകും. അപ്പോഴെനിക്കതൊരു അത് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ എടുത്തതാണ്. എനിക്ക് ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഇതിൻ്റെ ഒരു ട്രാക്കിലേക്ക് വീഴാൻ കുറച്ച് സമയം എടുത്തിരുന്നു. ഷൈൻ ചേട്ടൻ മനസ്സിൽ കാണുന്ന ഒരു റിയലിസ്റ്റിക് പോലീസിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ സംസാര രീതിയും ഒക്കെ വരാൻ ഇത്തിരി സമയം എടുത്തിരുന്നു. അപ്പോൾ ഷൈൻ ചേട്ടൻ എന്നോട് പറയായിരുന്നു, അങ്ങനെ ആയിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ വെച്ചൊരു ഗ്രാഫും ഷൈൻ ചേട്ടൻ മനസ്സിൽ വെച്ചൊരു ഗ്രാഫ് നമ്മൾ സിങ്ക് ചെയ്യാൻ ആദ്യത്തെ 2-3 ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് സിങ്കായി പോകും, ഇതാണ് ലൈൻ എന്ന് മനസ്സിലാക്കാൻ ഇത്തിരി സമയം എടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സിനിമയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന പോലീസുകാരായിട്ടുള്ള സംസാരവും അവരുടെ ഒരു പ്രവൃത്തികളും അവരുടെ ചെയ്യുന്ന പല വീഡിയോസും കണ്ട് എനിക്ക് മനസ്സിലാക്കിയ ഒരു സാധാരണക്കാരനായ ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്. ആ സബ് ഇൻസ്പെക്ടറാണ് എൻ്റെ റെഫറൻസ്. ഞാൻ വേറെ സിനിമകളിൽ നിന്ന് റെഫറൻസ് എടുത്തൊന്നും ചെയ്തിട്ടില്ല ഈ പടത്തിൽ. ഒരുപാട് റെഫറൻസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതെ, അതായിരിക്കും ഒരുപക്ഷെ നിവിനെ ഭയപ്പെടുത്തിയ കാര്യം. അതായത് അല്ല, നമുക്ക് അങ്ങനെ ഒരു പാത പിന്തുടർന്ന് പോയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ സ്വന്തമായ ശൈലി, നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു റിയലിസ്റ്റിക് പോലീസ് ഒരു സബ് ഇൻസ്പെക്ടറിന് അങ്ങനെ ഒരു ശൈലിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കാണാത്തൊരു രീതിയായിരിക്കണം, അതിനൊരു എന്താണ് പറയുക, ഒരു ബിലീവബിൾ രീതി വരണം. എന്നാൽ ഒരു ലിമിറ്റ് വിട്ട് മുകളിലേക്ക് പോകാനും പാടില്ല. ഒരു തിൻ ലൈനാണ്, ആ ലൈനിൽ കൂടെ സഞ്ചരിക്കണമായിരുന്നു. പിന്നെ ഷൈൻ ചേട്ടന് കറക്റ്റ് ഗൈഡൻസ് ഉണ്ട്. എവിടെ ഇത് നിവിൻ തന്നെ ഇതിൽ കഥാപാത്രമാകി വരണമെന്നുള്ളത് താങ്കളുടെ ഒരു ആഗ്രഹമായിരുന്നു? അതോ നിവിൻ്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയണ്ടേ, ഒരു കൊമേഴ്സ്യൽ വയബിലിറ്റി, ഒരു വാണിജ്യപരത, അല്ലെങ്കിൽ ഒരു സ്റ്റാർ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഒരു വിൽപ്പന മൂല്യം, ഇതാണോ താങ്കളെ നയിച്ചത്? ഏതാണ് നിവിൻ ഈ പറയുന്ന സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ തീരുമാനം എടുത്തോണം. 83 കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനം എടുത്തതാണ് ഇങ്ങനെ ഒരു സിനിമ. അല്ലാതെ ഇപ്പോൾ സിനിമകൾ ഹിറ്റായതിനു ശേഷം ഇന്നത്തെ നിവിനെ മനസ്സിൽ വെച്ചിട്ടല്ല ഷൈൻ എടുത്തിരുന്നു. അതായത് നിവിൻ ഈ രൂപത്തിലാകുന്നതിന് മുമ്പ് തന്നെ ഷൈൻ്റെ മനസ്സിൽ നിവിൻ തന്നെയായിരുന്നു. അതെ. ഇപ്പോൾ സാധാരണ ഇതിലൂടെ ഒരു സബ് ഇൻസ്പെക്ടർ ആവുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പോലീസ് ആവുന്നത് നമ്മളുടെ ഇടയ്ക്ക് സാധാരണ ആളുകളല്ലേ. ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് അവർ ടെസ്റ്റ് എഴുതുന്നു, ടെസ്റ്റ് എഴുതി ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും പാസ്സായിട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടർ ആവുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ട്രെയിനിങ് ഉണ്ടാകും. ട്രെയിനിങ് കഴിഞ്ഞിട്ടൊരു സാധാരണക്കാരായ ഒരു മനുഷ്യരല്ലേ, ഇപ്പം നിവിൻ്റെ പ്രായമുള്ളൊരു അല്ലെങ്കിൽ ഒരു 25-28 വയസ്സുള്ള അല്ലെങ്കിൽ 35 വയസ്സാകുമ്പോഴേക്കും അവർ സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുണ്ടാവും. ഒരു 8 വർഷത്തെ സർവീസ് കഴിയുമ്പോൾ ഒരു 7 വർഷം സർവീസ് ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു മിക്കവാറും CA ഉണ്ടാവും, അല്ലെങ്കിൽ വല്ല പണിഷ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. അതല്ലെങ്കിൽ ഈ ഒരു 25-26 വയസ്സ് കഴിയുമ്പോഴേക്കും നോർമലി ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ട് ആ ഒരു ചെറുപ്പത്തിൽ ഞാൻ പോലീസുകാർ അന്വേഷിച്ചു പന്ത് പോലെ നിൽക്കണം സബ് ഇൻസ്പെക്ടർ എന്നാണ് പറഞ്ഞത്. പന്ത് ചാടി അതെ അങ്ങനെയാണ് ക്യാരക്ടർ. അതായത് ഇവർക്ക് പലതരത്തിലുള്ള ആളുകളുമായിട്ട് ഇവർ ആക്ച്വലി എപ്പോഴും ക്ഷുഭിതരാകുന്ന ആളുകളല്ല, എപ്പോഴും തെറി വിളിക്കുന്ന ആളല്ല. അതൊരു ആക്ട് പ്രോസസ്സാണ്, അതിനകത്ത് നടക്കുന്ന ഒരു ആക്ടിങ് ആണ്. മാത്രമല്ല ഒരുപക്ഷെ സബ് ഇൻസ്പെക്ടറായ ഒരു 6-7 വർഷം കൊണ്ട് അവരുടെ സ്വഭാവം വല്ലാതെ മാറിപ്പോകും. അവരുടെ സ്വഭാവം വല്ലാതെ മാറിപ്പോകുന്നതിൻ്റെ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഒരു നിശ്ചിത സമയം 10 മണി തൊട്ട് 5 മണി വരെ, അല്ലെങ്കിൽ ഒരു ജോലി കഴിഞ്ഞ് നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒരാളുടെ മേത്ത് കയറുകയോ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയോ അയാളുമായിട്ട് വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്നില്ല.
പക്ഷേ ഒരു സബ് ഇൻസ്പെക്ടർ, ആ സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ കുഴപ്പങ്ങളുടെ പുറകെ ഓടിച്ചെല്ലാണ്. ഇയാൾക്ക് കുഴപ്പങ്ങളുടെ പുറകെ ഓടിച്ചെല്ലാനാണ് അയാളുടെ. ഞാൻ ഇവരുടെ കൂടെ നടക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്നാച്ചിങ് കേസ് ഉണ്ടായി. അപ്പോൾ തന്നെ വിളിച്ച് പറയണം, ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു, പനമ്പള്ളിനല്ലൊരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു, നിങ്ങൾ വേഗം ഓടിച്ചല്ലോ. അപ്പോൾ ഇയാളെ ഇരുട്ടത്ത് വന്ന് മാല പൊട്ടിച്ച് ഓടിപ്പോയിക്കഴിഞ്ഞു. ഒരു പിടിയില്ല ഇത് എങ്ങനെ പോയിന്ന്. പക്ഷേ ആ മാല പൊട്ടിച്ച ആളെ പിറ്റേ ദിവസം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം മേളിൽ ജില്ല മുഴുവനും കേൾക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ചീത്ത കേൾക്കും, നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല, എന്ത് ആക്ഷൻ നടത്തില്ല എന്നുള്ള രീതിയിലുള്ള ചീത്ത വിളി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഷേഴ്സ് ഇവരുടെ മേളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു മനുഷ്യനാണ് ഇവരും. അപ്പോൾ ഇവർക്ക് ഉള്ള സിസ്റ്റം വെച്ചിട്ട് അവർ പിടിക്കാൻ വേണ്ടി. ഇതിനോട് പ്രതികരിക്കാൻ നിങ്ങൾ തന്നെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്. ഒരു പക്ഷേ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയുന്നതായിരിക്കും കുറച്ചുകൂടി പത്യം. ആദ്യത്തെ പടം ഞാനും നിവിനുമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ടേക്ക്, എനിക്ക് തോന്നുന്നു 18 ടേക്ക് എടുത്തു. ഒരു സീക്വൻസ് നമ്മളറിയാതെ ചിരിച്ച് 18 ടേക്ക് വരെ പോയി. ഇതിലെ ഓരോ പുതുമുഖ താരങ്ങളും വന്നിട്ട് അടിച്ച് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് ജനങ്ങളെയെല്ലാം കുടുകുടാ ചിരിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ എണീറ്റ് നിന്ന് കൈയടിക്കേണ്ട പല സീക്വൻസുകളും ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയും ചെയ്തു. ശരിക്കും നിവിൻ അവരുമായിട്ടുള്ള പുതിയ ആൾക്കാരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ തോന്നി? അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം. എന്തുകൊണ്ടാണ് ഈ പുതിയ ആൾക്കാരെ തന്നെ, ഇപ്പോൾ അവരെല്ലാം നോട്ടബിളാണ്. ആ ഫ്രീക്കന്മാരുടെ എപ്പിസോഡ്, പിന്നെ ആ കുളിസീൻ ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പുതിയ ആൾക്കാരെ വയ്ക്കാൻ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇനി പുതിയ ആൾക്കാരെ വച്ചത് പ്രൊഡ്യൂസറായതുകൊണ്ട് ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും അത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്ലീസ്. ഈ പരാതി പറയാൻ വരുന്നവർ പുതിയ ആൾക്കാരായിരിക്കണം എന്ന് ഷൈൻ ചേട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം ആൾക്കാർക്കും പരാതി പറയുന്ന ആൾക്കാരായിട്ട് ഫീൽ ചെയ്യണം. അവിടെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടിട്ടുള്ള രീതിയിൽ അവരങ്ങനെയായിരിക്കും അവരെ മെഷർ ചെയ്യാം. അപ്പോൾ പുതിയൊരാൾ വരും, ഇത് ആരാണ്, എന്താണ്, ഇതിനു മുമ്പ് ഇവർ ചെയ്തിട്ടില്ല, ഇവരെന്തായിരിക്കും പറയാൻ പോകുക, ഭയങ്കര ഒരു കൗതുകം ഉണ്ടാവും. ആ കൗതുകം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഷൈൻ ചേട്ടൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. പുതിയതായിട്ട് വന്ന് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഇവരുടെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്, ഭയങ്കര നാച്ചുറലാണ്. ഇപ്പോൾ ഇവരുടെ മുമ്പിലൊക്കെ ഞാൻ സുരേട്ട ആദ്യം പറഞ്ഞല്ലോ, മലർവാടിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സീൻ. ഒരുപാട് പ്രാവശ്യം ഞാൻ ചിരിച്ചുപോയി. സുരാജ് ഏട്ടൻ എൻ്റെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ 17 പ്രാവശ്യം വീണ്ടും റീടേക്ക് ചെയ്തു, കുറേ ചീത്തയും കേട്ടു. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിനും നമ്മൾ കുറേ ചിരിച്ചു, കുറേ ബഹളങ്ങളുണ്ടായി. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലായതുകൊണ്ടല്ല, പക്ഷേ ആ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പുതുമുഖങ്ങൾ എടുത്തത്. ഒരുപക്ഷെ അതായിരിക്കും അതിൻ്റെ നൈസർഗികത അല്ലേ? അതെ അതെ. പുതിയ ആൾക്കാർ വന്നപ്പോൾ അവരും എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ? അവർ എക്സൈറ്റഡ് ആണ്. അവരും ഭയങ്കര താല്പര്യത്തോടെ നമ്മുടെ സിനിമയുടെ കംപ്ലീറ്റ് സഹകരിച്ചു. ഇപ്പോഴും അവർ നമ്മുടെ ഓരോ പരിപാടിക്കും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവർ കൂടുതലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറേ പേര് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട്. കുറേ പേര് 10, 50, 80 സിനിമകളിലൊക്കെ അഭിനയിച്ച ആളുകൾ ഇതുവരെ ഡയലോഗ് പറയാത്ത ആളുകളാണ് അതിനകത്ത്. ആദ്യമായിട്ട് ഡയലോഗ് പറയാം. ഇതൊരു പാട്ടാണ്. ആ പാട്ടിൽ പക്ഷേ നിവിൻ വളരെ ഗൗരവക്കാരനായിട്ടാണ് നിൽക്കുന്നത്. ശരി പൊട്ടിയില്ല ഇവരുടെ അയ്യോ എത്ര പ്രാവശ്യം ടേക്ക് ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്നത് ചേട്ടൻ്റെ ആദ്യത്തെ സീൻ ഒരു ഔട്ട്ഡോറിൽ കള്ളു കുടിച്ചിട്ടുള്ള ഒരു സീനാണ്. ആ സീൻ അഭിനയിക്കുമ്പോൾ സാധാരണ മൈക്കിൽ കൂടെ ഡയറക്ടർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയുന്നവർ അവരപ്പോൾ തന്നെ ഡയറക്ടർ നോക്കും, എന്താ പറഞ്ഞതെന്ന് വെക്കും. പക്ഷേ ഈ സുരേഷ് ചേട്ടനൊക്കെ എന്ത് പറയുന്നു അത് കറക്റ്റ് കേൾക്കുകയും അതനുസരിച്ചിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ പോലെയായിരുന്നു സുരേഷ് ചേട്ടനൊക്കെ ചെയ്തത് ഫസ്റ്റ് സിനിമയിൽ. അപ്പോൾ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഷൈന, ഈ പാട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പാടിയിട്ടുള്ള പാട്ടുകളായിരിക്കും ഇതൊക്കെ? അല്ല, ഇത് സുരേഷ് തന്നെ ഗാനരചന നിർവഹിച്ച, സുരേഷ് തന്നെ അതിൻ്റെ സംഗീതം കമ്പോസ് ചെയ്ത പാട്ടുകളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ സുരേഷ് പാടിയ പാട്ടിങ്ങനെ അയച്ചു തന്നു. ഷൈൻ പാടുമോ? ഞാൻ പാടില്ല. ഇല്ല ഞാൻ പാടില്ല. ഇവന് ഇതിനകത്ത് 2 പേര് പാടുമോ? ഇവന് ഇല്ലല്ലോ. നിവിനെ കൊണ്ട് ഞാൻ വേറൊരു പാട്ട് പാടിക്കുന്നത് അറിയാം. നിവിൻ്റെ അമ്മ നല്ലൊരു പാട്ടുകാരിയാണ്. അമ്മ പാട്ടുകാരിയാണ്, പക്ഷെ മകനാ ഒരു കുറച്ച് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആണ് ഇല്ല, തെറ്റായ ഒരു ധാരണയാണ്. പിന്നെ പ്രൊഡ്യൂസറാണ് നിവിൻ പോളി അല്ലേ? പിശിക്കോ? ഇല്ല. ഈ സിനിമയിൽ സിനിമയ്ക്ക് എന്ത് ആവശ്യമുണ്ടോ അത്. ഇത്ര ഉദാര മനസ്സിലായ ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ പ്രൊഡ്യൂസർ. ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷെ നിവിൻ ആസ് എ പ്രൊഡ്യൂസർ വളരെ നമുക്കൊരു പ്രഷർ തരികയോ ഒന്നും ചെയ്യാതെ, എന്താണ് ആ സിനിമയ്ക്ക് എന്താണ് ആവശ്യം, ഇതാണ് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചോദിച്ച് കറക്റ്റായിട്ട് സിനിമ. കാരണം നിവിൻ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമ ചെയ്ത് നിവിൻ്റെ കണ്ടന്റിന് വേണ്ടിയിട്ട് പൈസ എത്ര മടക്കിയാലും കുഴപ്പമില്ല അല്ലേ? സമയമെടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഞങ്ങളൊരു 120 ദിവസത്തോളം ഈ സിനിമ ഷൂട്ട് ചെയ്തു.
ഇത് വളരെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഇത് ഷൂട്ട് ചെയ്യാൻ. ഈ റിയലിസ്റ്റിക് ആയിട്ട് ഓഡിയൻസിന് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ആംഗിൾ വെക്കുകയും പെർഫോമൻസ് എടുക്കുകയും ഇവരുടെ കോസ്റ്റ്യൂംസ് ഇവരുടെ ഡയലോഗ് ഡെലിവറിയും നോട്ടോ ഒക്കെ റിയലിസ്റ്റിക് ആയിട്ട് വരാൻ സമയമെടുക്കും. അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അതിന് നമ്മൾ പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല. ഒരേ സമയത്ത് താങ്കൾ നായകനും ഒരേ സമയത്ത് പ്രൊഡ്യൂസറുമാണ്. ഇത് രണ്ടിൻ്റെയും വികാരങ്ങൾ ചിലപ്പം ഒരു വൈരുദ്ധ്യമായിരിക്കും. അതെ അല്ലേ? ഇടയ്ക്കൊരു പ്രൊഡ്യൂസറുടെ ഒരു വികാരം വന്നോ? അല്ല, അതായത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതായത് നമ്മൾ ഫ്രീ ടൈമിൽ നമ്മളിരുന്ന് തലേദിവസത്തെ കണക്കും പരിപാടിയൊക്കെ നോക്കി നമ്മളിങ്ങനെ പ്രൊഡക്ഷൻ്റെ ആൾക്കാരോട് ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന് എവിടെയെങ്കിലും ഒരു ഡൗട്ട് വന്നിരിക്കുന്ന സമയത്തായിരിക്കും ഷൈൻചേട്ടനെ വിളിക്കുക ഷോട്ട് റെഡി. അപ്പം ഞാൻ ഷോട്ടിൽ പോയിരിക്കുന്ന സമയത്ത് ഈ 10,000 രൂപ അതെന്ത് കണക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാലും കൈയും പിടിച്ചെണ്ണി പോലെ അല്ല, ഈ നമ്മുടെ ഒരു ഫോക്കസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ. അത് രണ്ടും ഒരേപോലെ കാണാൻ ഒരു മൾട്ടി ടാസ്കിങ് പറ്റുന്നൊരു പരിപാടി ആയിരിക്കും എന്നുള്ള ഒരു രീതിയിലാണ് മുമ്പോട്ട് പോയത്. പക്ഷെ അത് ഇത്തിരി, കാരണം അഭിനയത്തിന് കൊടുക്കേണ്ട ഒരു ഫോക്കസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം ചെറുതായിട്ടൊരു ഫോക്കസ് പ്രശ്നം എനിക്ക് തുടക്കം വേണ്ടിയായിരുന്നു. പിന്നെ ഞാനത് കട്ട് ചെയ്തു. ഈ കണക്ക് നോക്കലൊക്കെ എല്ലാം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ നിവിൻ്റെ ഈ ആത്മസംഘർഷം ഒന്നും ഒരുപക്ഷെ ഷൈന് പറഞ്ഞിട്ടുണ്ടാവില്ല, കൂടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവില്ല. എന്താ കാരണം വെച്ചാൽ ഒരേ സമയത്ത് പ്രൊഡ്യൂസറിൻ്റെ ആ ഒരു കണക്ക് കൂട്ടലിൻ്റെ ആ ഒരു ആവശ്യകത, ഒരു ഷോട്ട് റെഡിയാകുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് സജ്ജമാകേണ്ടതിൻ്റെ ആവശ്യകത. വേണം ഒരാളിനെ കുറിച്ച് പറയാൻ വേണ്ടി വരുന്നുണ്ട്. നോക്കട്ടെ. ഹായ് ഷൈൻ ആൻഡ് നിവിൻ, രണ്ടുപേർക്കും ആദ്യം തന്നെ ഞാനൊരു ബിഗ് സല്യൂട്ട് തരികയാണ്. കാരണം ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന മനോഹരമായ ഒരു ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുകയും എനിക്കതിലൊരു ഭാഗമാകാൻ സാധിക്കുകയും ചെയ്തതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഷൂട്ടിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷൂട്ട് ബ്രേക്ക് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിവിൻ്റെ ബോഡി ലാംഗ്വേജിന് വേണ്ടിയിട്ടും അതുപോലെ ബാക്കിയുള്ള ഇപ്പോൾ ഔട്ട്ഡോറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഇൻഡോറിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം ബ്രേക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സമയത്ത് ആദ്യം ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിവിൻ്റെ വലത്തെ കണ്ണിന് ഒരു കൺകുരു വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളൊരു 4 ദിവസം ഷൂട്ടൊന്ന് ബ്രേക്ക് ചെയ്തു. അപ്പോൾ തന്നെ പലരും ചോദിച്ചു, എന്ത് പറ്റി ഷൂട്ട് ബ്രേക്ക് ചെയ്ത്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇടത്തെ കണ്ണിന് വീണ്ടും ഒരു കൺകുരു വന്നു. അപ്പം ഈ കൺകുരു പൊട്ടി. അങ്ങനെ വീണ്ടും ഒരു 4 ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്തു. അപ്പോൾ അന്ന് ഫേസ്ബുക്കിലൊരു കമൻറ്റ് വന്നു, നിവിന് കുരു പൊട്ടി, ആക്ഷൻ ഹീറോ ബിജു ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു കമൻറ്റ് വന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു, എന്താണ്, വല്ല ഇഷ്യൂസ് ഉണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷൻ, അതായത് ഇൻഡോർ ഷൂട്ട് ചെയ്തതിന് ശേഷം ഔട്ട്ഡോർ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു 10 ദിവസം ബ്രേക്ക് ചെയ്തു. അപ്പോഴും പല ആൾക്കാരും പല കമൻറ്റുകളും പലരും ചോദിച്ചു, എന്താണ് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം നിർമ്മാതാക്കൾ എന്ന നിലയിൽ 2 പേർക്കും ഒരു ടെൻഷനും കാണിക്കാതെ, കാര്യം ഷൂട്ട് ഇത്രയും ദിവസം നീണ്ടുപോകുന്നു, ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി, അപ്പോൾ ഒരു ടെൻഷനും കാണിക്കാതെ ഇവർ ആ ഷൂട്ട് വളരെ മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോയി അത് ഫിനിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ശരിക്കും നിർമ്മാതാക്കൾ നിങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ ഈ ടെൻഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 2 പേരും എന്തെങ്കിലും കെമിസ്ട്രി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. പ്രചോദനം മനസ്സിലാകാത്ത കാര്യം ഇവർ പഠിച്ച കള്ളന്മാരാണ്. അവരുടെ മനസ്സിലുള്ള ആത്മസംഘർഷങ്ങൾ അവർ പുറത്ത് കാണിച്ചത്. നമ്മളിത് ഭയങ്കര റിലാക്സ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഈ കണ്ണിലെ കുരു വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കണ്ണിങ്ങനെ വീർത്തിരിക്കാനാണ്. പക്ഷേ അതിനെ പറഞ്ഞ് ഞാൻ എവിടെ കൊണ്ട് ഫ്രെയിം വയ്ക്കും, അത് പറ്റില്ല. അതൊന്ന് തണുത്തൊന്ന് കുറഞ്ഞ് വന്നപ്പോഴത്തേക്കും അടുത്ത കണ്ണിൽ വന്നു. അത് മാറിയപ്പോഴത്തേക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെ തല്ലുന്ന സീക്വൻസിൽ എൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ മുടക്കുകൾ ഇതിന് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവരെന്താണ് ഒരു പെട്ടെന്ന് ഷൂട്ട്, നമ്മുടെ നാട്ടിൽ ഷൂട്ട് തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയാണ്. ഇതങ്ങനെയൊന്നും ഒരു ഞങ്ങളെ കൂടെ ഒരു പാർട്ട്ണർ കൂടി ഉണ്ട്. ഞങ്ങൾ തുല്യ പാർട്ട്നേഴ്സാണ്. അതെ, നിങ്ങൾ 3 പേരും തുല്യ പാർട്ട്നേഴ്സാണ്. റിസ്ക് 3ആയിട്ട് വിഭജിക്കപ്പെടും. ലാഭം അതുപോലെ ഒരു കുഴപ്പമില്ല. അത്ര വലിയ പൈസയോടൊന്നും ആർത്തിയില്ല നിവിന്. ഇല്ല, അങ്ങനെ വലിയ ആർത്തിയൊന്നുമില്ല. ഇല്ല. പക്ഷേ നിവിന് മോശമില്ലാത്ത പൈസ സമ്പാദിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, ഇല്ലേ? എന്താണ് ഉദ്ദേശിച്ചത്? ഷൈൻ പരിഭ്രമിച്ചു. പ്രൊഡ്യൂസർ എന്ന നിലയിൽ പിന്നെ നായകന്റെ റെമ്യൂണറേഷനിൽ വല്ല കുറവ് വരുത്തിയോ ഷൈൻ? ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. സിനിമ ചെയ്യുന്ന ഇതുവരെ ചർച്ച ചെയ്യണം, നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണം. അങ്ങനെയാണല്ലേ?
നിവിൻ, നമ്മുടെ ഈ റെമ്യൂണറേഷൻ, ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ, ഒരു സിനിമ സംബന്ധിച്ചുള്ള നിവിൻ്റെ സങ്കല്പങ്ങൾ, അതിലേക്ക് നമുക്ക് വരാം. എന്നുവെച്ചാൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്, അതിലേക്ക് കടന്ന ശേഷം. നമസ്കാരം. രണ്ടുപേർക്കുണ്ട്. വളരെയധികം സന്തോഷം. പടം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കണു. നല്ല റിപ്പോർട്ടുകളാണ് വരുന്നത്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞാൻ സാധാരണ എല്ലാ സിനിമകളിലും വില്ലൻ വേഷങ്ങളാണ് ചെയ്തു വരാറ്. എനിക്ക് അതുമാതിരിയുള്ള വേഷങ്ങളാണ് കിട്ടാറ്. എന്തുകൊണ്ടാണ് എന്നെ ആ കഥാപാത്രം, വില്ലൻ ടച്ചുള്ള കഥാപാത്രം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രം തരാനുണ്ടായ കാര്യം, അത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അവിടുത്തെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സുരാജിനെ ഒന്നും കൂടി പറഞ്ഞത് മൂപ്പര് പോണില്ലല്ലോ, നിങ്ങളല്ലാതെ അയാളെ മൂപ്പരെ മയക്കി കിടത്തിരിക്കുകയാണോ? എനിക്ക് എബ്രീദിനോടാണ് ചോദിക്കാനുള്ളത്. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ച് അഭിനന്ദിച്ചു. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ആക്ഷൻ ഹീറോ ബിജുവിലെ പവിത്രൻ എന്ന ഒരു 2 സീനുള്ള ക്യാരക്ടർ അവതരിപ്പിച്ചപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയതിനേക്കാൾ അഭിനന്ദനവും കയ്യടികളും എനിക്ക് കിട്ടി. നേരിട്ട് വിളിച്ച് ഒരുപാട് പേര് അഭിനന്ദനം അറിയിച്ചു. അതിനെല്ലാം കാരണക്കാരൻ ആ സീനിൽ എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും എബ്രിദ് ഷൈനാണ്. അതിന് യാതൊരുവിധ സംശയവുമല്ല. അതിന് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്, എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിന്. എൻ്റെ ചോദ്യം അതല്ല, പവിത്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ സുരാജിന് കൊടുക്കാം എന്ന് തോന്നാൻ കാരണം എന്താണ്? സുരാജിൻ്റെ ആ 2 സീനുകൾ ആ സിനിമ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 സീനുകളാണ്, ശ്രദ്ധിക്കപ്പെട്ട സീനുകൾ. എന്തായാലും നമ്മൾ ആ സീനുകളിവിടെ കാണിക്കുന്നില്ല. പ്രേക്ഷകർ വേണ്ട തിയേറ്ററിൽ പോയിട്ട് അത് കണ്ടിട്ട് അതിൻ്റെ പ്രയോജനം 2 പ്രൊഡ്യൂസർമാർക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ 2 പേരും പറഞ്ഞ കാര്യങ്ങൾ, ഈ 2 പേരുടെയും റോളുകൾ നിങ്ങൾ തിരഞ്ഞെടുത്ത സമയത്ത്, പ്രത്യേകിച്ച് സുരാജിനെ പോലൊരാളെ ഇത്ര 2 സീനിന് വേണ്ടി മാത്രം ചുരുക്കേണ്ടതുണ്ടോ എന്ന് വേണം നിങ്ങളൊരു ആശങ്ക നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഇല്ല നിവീന്? എനിക്ക് പോലും ഉണ്ടായി. 2 മറ്റേയാൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് വില്ലനാണ്. ആ വില്ലനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വേറൊരു വേഷപ്പകർച്ച കാണും. എന്താണ് നിവീൻ? പ്രൊഡ്യൂസർ മാത്രമല്ല, ഈ സിനിമയുടെ ഒരു ചാലശക്തിയാണ്. ഞാൻ ഷൈനിലേക്ക് വരാനും നിവീൻ കണ്ടത് എങ്ങനെയാണ് ഈ 2 സംഭവത്തിൽ? അല്ല, ഇവർ രണ്ടുപേരും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന 2 വേഷങ്ങളല്ല ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. സുരാജിനെ കൂടുതലും ഹ്യൂമർ കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു വേഷം സുരാജിന് ആരും എക്സ്പെക്ട് ചെയ്യില്ല. സുരാജിൻ്റെ സിനിമയിൽ പെട്ടെന്ന് ഒരു പരാതി പറയാൻ കയറി വരുമ്പോൾ അടുത്ത കോമഡി സീൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്താണ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീൻ വരുന്നത്. പിന്നെ അത് ഭയങ്കര വെയിറ്റുള്ള ഒരു സീനാണ്. അതിൽ ഭയങ്കര വെയിറ്റേജുള്ളൊരു കഥാപാത്രമാണ്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ആക്ടർ വന്ന് ചെയ്യേണ്ട ഒരു സീനാണ്. അതൊരു പുതിയ ആൾക്ക് കൊടുത്ത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. അത് ഒരു ആക്ടേഴ്സ് വേണം, സീന് വേണം. പിന്നെ കാസ്റ്റിങ്ങിൻ്റെ എല്ലാം കംപ്ലീറ്റ് കാര്യങ്ങൾ ഷൈൻ ചേട്ടനാണ് തീരുമാനിക്കുക. ഞാൻ അതിൻ്റെ അകത്തൊന്നും ഇടപെടാറില്ല. ഷൈൻ ചേട്ടനാണ് എഴുതിയതും ഷൈൻ ചേട്ടനാണ് ഓരോ ക്യാരക്ടറും കൺസീവ് ചെയ്തത്. അപ്പോൾ ഷൈൻ ചേട്ടൻ്റെ മനസ്സിലൊരു മീറ്റർ ഉണ്ടാവും. ആ മീറ്ററിന് ആരാണോ ഉചിതം അവരെ ആണ് കറക്റ്റായിട്ട് കാസ്റ്റ് ഉള്ളത്. നിവീൻ സാധാരണ അതിലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ കൂടുതൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ റോളുകൾ, അതുമായിട്ട് നമ്മൾ താതാമ്യം പ്രാപിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ കൃത്യമായിട്ട് നോക്കുന്ന ഒരാളല്ലേ? അല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇത് ഫുൾ ഷൈൻ ചേട്ടൻ്റെ ഫ്രീഡമാണ്. അപ്പോൾ ഷൈൻ ചേട്ടൻ വെറുതെ ഒരാളെ വിളിച്ച് ഒരു മാച്ചിങ് അല്ലാത്ത ഒരാളെ വിളിച്ചിട്ട് ഒരു വേഷം ചെയ്യിപ്പിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇതിനകത്ത് വന്നിരുന്ന ഓരോ പുതുമുഖങ്ങളും റിസ്ക്കാണ് ശരിക്കും പറഞ്ഞത്. ഓരോ പുതിയ ആൾക്കാരാണ് സിനിമ ചെയ്യുന്നത്. ഇത് പ്രേക്ഷകർ കാണാത്തവരാണ്, ഇവർ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുമോ ഒന്നും നമുക്ക് പറഞ്ഞില്ല. അപ്പോൾ അതൊരു ഷൈൻ ചേട്ടൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്, ഇവർ വന്ന് ഈ വേഷം ചെയ്താൽ മതി. നിവീനെ, പക്ഷേ എങ്കിൽ പോലും താങ്കളുടെ സ്റ്റേക്സ് വളരെ ഹൈ ആണ്. ഞാനിപ്പം ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഇപ്പം ഷൈൻ്റെ സ്റ്റേക്സിനേക്കാളും ഹൈ ആണ് നിവീൻ്റെ സ്റ്റേക്സ്. ഒരു പടത്തിൻ്റെ പരാജയം ഒരുപക്ഷെ ഷൈനെ ബാധിക്കുന്നേക്കാൾ കൂടുതൽ രൂക്ഷമായിട്ടും തീക്ഷ്ണമായിട്ടും നിവീനെ ബാധിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ താങ്കൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി, അതായത് ഇങ്ങനെ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് ട്രൈ ചെയ്തിട്ട് ഇത് വല്ലാത്തൊരു അമേച്ചറിസ്റ്റിക്കായി മാറുമോ എന്നുള്ളൊരു ആശങ്ക വേണം മനസ്സിൽ വരാം. താങ്കളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും വന്നിരിക്കും. അങ്ങനെ ഷൈനല്ല, താങ്കൾ വളരെ വേണ്ടപ്പെട്ടൊരു സംവിധായകനാണെങ്കിൽ പോലും ആ ഒരു ആശങ്ക വരാം. എപ്പോഴെങ്കിലും ആ ആശങ്ക മനസ്സിലിങ്ങനെ തലമുക്കിയ ഇല്ല ഒരു രീതി ഷൈനെ മാറ്റി നിർത്തി ഞാൻ ചോദിച്ചാൽ ഞാൻ ഒരു രീതിയിലും ഞാൻ കാസ്റ്റിങ്ങിൽ ഇടപെടുന്ന ഒരാളല്ല. ഇതിന് മുമ്പത്തെ പടങ്ങൾ സിനിമകളാണെങ്കിലും പ്രേമം സിനിമ എടുത്താൽ അതിനകത്ത് ഓൾമോസ്റ്റ് ന്യൂ ഫേസസ് ആയിട്ടുള്ളവരാണ് ഒരുപാട് പേര്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഇതിനു സിനിമയുടെ ശില്പിയെ താങ്കൾക്ക് വിശ്വാസമാണ്. ഡയറക്ടറെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് എല്ലാത്തിലും വിശ്വാസമാണ്. അവരാണ് അത് എഴുതുന്നത്, അവരാണ് ഇത് കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഫ്രീഡം ഇല്ലെങ്കിൽ എന്താണ് അതിൽ അർത്ഥമുള്ളത്? അപ്പോൾ അത് കംപ്ലീറ്റ് ഷൈൻ ചേട്ടനുള്ള